ഹലോ, ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസമാണ്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി മേക്കപ്പ് ചെയ്യാനായിട്ട് അടുത്തുള്ള ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഫേസ് മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡിയായിട്ട് വേണം ഇനി അനിയത്തിയുടെയും ഫ്രണ്ട്സിനെയും കസിൻസിനെയും എല്ലാവരും റെഡിയാക്കാനായിട്ട്. ആദ്യം തന്നെ പറയട്ടെ, ഹെയർ സ്റ്റൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഔട്ട്ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിയാണ്. അനിയത്തിനെ ഞാൻ റെഡിയാക്കുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. കാരണം അവിടെ എല്ലാവരും എന്നെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ എത്തുന്ന തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കസിൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണം. ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട്. വരാൻ പറ്റാത്ത എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ അമ്പലം വരുന്നത്. അത്യാവശ്യം വലിയൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയം സ്പേസും അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വലിയ പരിപാടി തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 500 പേരടുപ്പിച്ചോളം ആൾക്കാരുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ 3ാമത്തെ തവണയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത്. കാരണം ഏത് സോങ് ഇട്ടാലും കോപ്പിറൈറ്റ് വരികയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ മൊമെൻറ്റിലൊക്കെ ഞാൻ നല്ലൊരു പാട്ട് ഇട്ടതാണ്. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് എനിക്കത് റിമൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ നിശ്ചയം നടക്കാൻ പോവാണ് ഗൈസ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സങ്കടമാണോ സന്തോഷമാണോ എന്തോ ഒരു വല്ലാത്ത ഫീലിങ്സ് ആയിരുന്നു. അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ഹെയറിലുള്ള സംഭവങ്ങളൊക്കെ ഇളക്കുക എന്നുള്ളത്. ഹെയർ എക്സ്റ്റൻഷൻ, പൂവ്, സ്ലൈഡ് എല്ലാം കൊണ്ട് തലവേദനിച്ച് പൊട്ടുവാണ്. ഈ ഒരു അവസരത്തിലാണ് എൻ്റെ ബ്രൈഡ്സ് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എൻഗേജ്മെൻറ്റ് തലേദിവസമുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം.